ഹായ്, CUET UG 2024-ൻ്റെ റിസൾട്ട് ഉടനെ തന്നെ പ്രഖ്യാപിക്കും. അതിനുശേഷമാണ് ഇനി പല കാറ്റഗറി ഓഫ് കോളേജസിലേക്കുള്ള അഡ്മിഷനും കൗൺസിലിങ്ങും പ്രൊസീജിയേഴ്സൊക്കെ നടക്കുക. സോ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, എനിക്ക് തോന്നുന്നു ആപ്ലിക്കൻസ് ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. സോ ഡൽഹി യൂണിവേഴ്സിറ്റീസിൻ്റെ അണ്ടറിൽ സർട്ടൺ കോളേജസ് ഉണ്ട്. ആ കോളേജിലേക്കുള്ള UG പ്രവേശനത്തിന് CUET റിസൾട്ട് മാത്രം പോരാ, അവരുടെ ആക്ച്വലി കോമൺ സീറ്റ് അലോക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് CSAS 2024 എന്ന് പറഞ്ഞ ഒരു സിസ്റ്റമുണ്ട്. അതിൽ നമ്മൾ രജിസ്റ്ററും കൂടെ ചെയ്യണം. സോ ആ സിസ്റ്റത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിപ്പോൾ ഈ വർഷം 2024 വരെയുള്ളതിൽ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഈ ലോക യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി വളരെ വലിയൊരു കുതിപ്പാണ് ശരിക്കും ഈ വർഷം നടത്തിയിട്ടുള്ളത്. ദാറ്റ് മീൻസ് റിസർച്ച് ഫീൽഡിലായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ യൂണിവേഴ്സിറ്റി ഫെസിലിറ്റീസിൻ്റെ ബേസിസിലായിക്കോട്ടെ, ലോകത്ത് തന്നെ റാങ്കിങ്ങിൽ വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് ശരിക്കും ഡൽഹി യൂണിവേഴ്സിറ്റി, അതിൽ DU കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു UG പ്രോഗ്രാം DU നിന്ന് പഠിക്കുക എന്നുള്ളത് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ ഡ്രീം. അതായത് ആക്ച്വലി നിങ്ങൾക്ക് കാര്യമായൊരു എക്സ്പോഷറും ഫാക്കൽറ്റി എക്സ്പോഷർ, ലൈബ്രറി എക്സ്പോഷർ, അതേപോലെ തന്നെ കോഴ്സ് എക്സ്പോഷറും കിട്ടുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയായിരിക്കും DU എന്ന് പറയുന്നത്. സോ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ നിങ്ങളിപ്പം കോമൺ സീറ്റ് അലോക്കേഷൻ സിസ്റ്റമാണ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. സോ അതിന് വേണ്ട ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് പറയാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ admission.uod.ac.in എന്ന വെബ്സൈറ്റിൽ കയറണം. ആ വെബ്സൈറ്റിലാണ് ശരിക്കും CSAS, ദാറ്റ് ഈസ് കോമൺ സീറ്റ് അലോക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടുള്ളത്. സോ ആ വെബ്സൈറ്റിൽ കാണുന്ന നിങ്ങൾക്ക് ഫസ്റ്റ് ലിങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ലിങ്കും കാണാം. അതിൻ്റെ തൊട്ട് താഴെ CSAS 2024 എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നൊരു പ്രോസ്പെക്ട്സും കാണാം. സോ നിങ്ങൾ ആ ലിങ്കിലേക്ക് രജിസ്ട്രേഷന് മുമ്പായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പ്രോസ്പെക്ട്സ് ഒക്കെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ച് നോക്കി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം. അതിന് തൊട്ട് മുകളിലാണ് ഈ രജിസ്ട്രേഷൻ ലിങ്ക്. അപ്പോൾ രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് 3 ഫേസുകളായിട്ടാണ് ശരിക്കും അവിടുത്തെ ഈ പ്രൊസീജിയർ നടക്കുക. ഫസ്റ്റ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ലിംഗ് ആണ്, അതാണ് ഇപ്പോൾ നടത്തുന്നത്. അതായത് നിങ്ങളുടെ കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻ്റെ പ്രകാരം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, പേരൻറ്റിൻ്റെ പേര്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ്, മാർക്ക് ഷീറ്റ് ഫില്ലിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നടത്തുക. അതിനുശേഷം CUETയുടെ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് CUETക്ക് നിങ്ങളുടെ സ്കോർ എത്രയാണോ വരുന്നത് ആ സ്കോർ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് പ്രൊസീജിയേഴ്സ് ആണുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് CSAS സിസ്റ്റം വഴി നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കണമെങ്കിൽ നിങ്ങളൊരു ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ ഈ OBC NCL അല്ലെങ്കിൽ EWS കാറ്റഗറി സ്റ്റുഡൻ്റ് ആണെങ്കിൽ 250 രൂപയാണ് ശരിക്കും ഈ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് അടയ്ക്കേണ്ട ഫീസ്. അച്ഛൻ നിങ്ങൾ SC ST PWBD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങളുടെ ഫീസ് എന്ന് പറഞ്ഞാൽ 100 രൂപയാണ്. സോ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവർ പറയുന്നുണ്ട്, CSAS വഴി നിങ്ങൾക്കൊരു സീറ്റ് അലോക്കേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ QET UG എക്സാം പാസ്സായിരിക്കണം. അതായത് മിനിമം പാസ് മാർക്കിന് മുകളിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതുവഴി ഒരു സീറ്റ് അലോക്കേഷൻ പോസിബിൾ ആവത്തുള്ളൂ. അത് നിങ്ങൾക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടേ പറയാൻ പറ്റത്തുള്ളെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു മാൻഡേറ്ററി കണ്ടീഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അവർ പറയുന്നുണ്ട്. സോ ഈ CSAS സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻ സിസ്റ്റത്തിൻ്റെ 3 ഫേസുകളെന്ന് പറയുന്നത് ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഫേസ് ആണ്. ഇപ്പോൾ പറഞ്ഞ പോലെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ലിംഗ് ഫേസും ഫീ പേയ്മെൻറ്റ് ഫേസുമാണ്. അതിനുശേഷമാണ് പ്രിഫറൻസ് ഫില്ലിംഗ് എന്ന് പറയും. അതായത് നിങ്ങളുടെ CUETൻ്റെ സ്കോർ അവിടെ സബ്മിറ്റ് ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ കോഴ്സുകൾ, താല്പര്യമുള്ള കോഴ്സുകൾ ഏതാണോ, താല്പര്യമുള്ള കോളേജസ് ഏതാണോ, അതിൻ്റെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾ ഫില്ല് ചെയ്യണം. പ്രിഫറൻസ് ഫില്ലിങ്ങിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ പ്രോസ്പെക്ട്സിൽ പറയുന്നുണ്ട്. CSASൻ്റെ പ്രോസ്പെക്ട്സ് നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ കൃത്യമായുള്ള ഡാറ്റാസും ഇവിടെ കാണാൻ സാധിക്കും. അത് ശരിക്കും ഇപ്പോഴല്ല, റിസൾട്ട് വന്നതിന് ശേഷമാണ് അത് ചെയ്യേണ്ടത്. ആൻഡ് ഫൈനലി അലൊക്കേഷൻ കം അഡ്മിഷനാണ്. സോ അവിടെ നമുക്കിപ്പോൾ ചെയ്യേണ്ടത് ഇനിഷ്യൽ ഫേസ് അഡ്മിഷൻ ആണ്. ഇനിഷ്യൽ ഫേസിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ admission.uod.ac.in എന്നാണ് വെബ്സൈറ്റ്. സോ അവിടെ ഫസ്റ്റ് ഓഫ് ഓൾ അവർ ചോദിക്കുക നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. നിങ്ങളുടെ +10th മാർക്ക് ഷീറ്റ് എന്താണ്, അതനുസരിച്ച് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അച്ഛൻ്റെ അമ്മയുടെ പേര്, നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ 12ാം ക്ലാസ്സിലെ മാർക്ക് ഷീറ്റിലെ തിയറി പ്ലസ് പ്രാക്ടിക്കൽ, അതായത് തിയറിയുടെ മാർക്സും സെപ്പറേറ്റ് ആയിട്ട് പ്രാക്ടിക്കൽസിൻ്റെ മാർക്കും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ എൻ്റർ ചെയ്യാനുള്ള പ്രൊവിഷൻസും അവിടെ കാണും. സോ അത്രയും ഡീറ്റെയിൽസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഓഫ് ഓൾ ഇനിഷ്യൽ ഫേസിൽ കൊടുക്കണം. അതിനുശേഷമാണ് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ അവിടെ നിങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിൻ്റെ അതുപോലെ അപ്ലോഡിങ്ങും ഉണ്ട്, സർട്ടിഫിക്കറ്റ് അപ്ലോഡിംഗ് ഉണ്ട്. നിങ്ങളുടെ 10th ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. 12th ക്ലാസ്സിലെ മാർക്ക് ഷീറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് OBC NCL അങ്ങനെ അല്ലെങ്കിൽ EWS ഇങ്ങനെ ക്രൈറ്റീരിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഫോമാറ്റ്സ് ഒക്കെ CSASൻ്റെ അതിൽ ആ പ്രോസ്പെക്ട്സിൽ തന്നെ താഴെ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി നിങ്ങൾ സർട്ടിഫിക്കറ്റ് സെക്യൂർ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താലും മതി. പക്ഷേ ആ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ്, അതായത് ഡൽഹി യൂണിവേഴ്സിറ്റി അവർ പറഞ്ഞിരിക്കുന്ന ഫോമാറ്റിൻ്റെ ബേസിലുള്ളൊരു ഫോമാറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. സോ പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക, മാർക്ക് ലിസ്റ്റിൻ്റെ മാർക്ക് ഷീറ്റ് കാര്യങ്ങൾ ഫില്ല് ചെയ്യുക,
അതുപോലെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യുക. ഇത്രയാണ് ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളുടെ CUETയുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കലും അതിൻ്റെ സ്കോർ സബ്മിഷനും ഡീറ്റെയിൽസ് ഒക്കെ അതിലേക്ക് വരും. അവിടെയാണ് നിങ്ങൾ ചോയ്സ് ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ വരിക. സോ ഇതിപ്പോൾ പറയാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റി എന്നുള്ള ഇമ്പോർട്ടൻസ് കൊണ്ട് തന്നെയാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പലതരത്തിലുള്ള UG കോഴ്സുകൾ ഇപ്പോൾ നിങ്ങളിപ്പം ഫോർ എക്സാമ്പിൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ് കാറ്റഗറിയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഡിമാൻഡ് ചെയ്യുന്ന നിങ്ങൾ കൊടുത്ത സബ്ജക്ട്സിനനുസരിച്ച് UG കോഴ്സുകൾ നിങ്ങൾക്ക് അവിടെ പ്രിഫറൻസ് ആയിട്ട് വെച്ച് നിങ്ങൾക്ക് അവിടെ പോയി പഠിക്കാവുന്നതാണ്. സോ എല്ലാവരും ആ ഒരു അഡ്മിഷൻ പ്രൊസീജിയർ നിങ്ങൾ ഡൽഹി യൂണിവേഴ്സിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊടുത്ത് അത് ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലെ നമുക്ക് ഇനിയിപ്പോൾ ഐക്കറിൻ്റെ വരാനുണ്ട്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിൻ്റെ വരാനുണ്ട്. അങ്ങനെ കുറച്ച് യൂണിവേഴ്സിറ്റീസിൻ്റെ വരുമ്പോൾ അതനുസരിച്ച് ചാനലിൽ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കും. അതുപോലെ തന്നെ റിസൾട്ടും ഉടനെ തന്നെ വരും. റിസൾട്ട് നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം. സോ അതിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു സൂൺ. താങ്ക് യു സോ മച്ച്.